അതായത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പൂർണ്ണമായിട്ട് സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമേ രോഗികളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്നിപ്പം ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്കിംഗ് നടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ വന്നു എന്നല്ല. ഇതാണല്ലോ ജനങ്ങളുടെ ആശങ്ക. അതിനെന്താ ഒരു തൃപ്തികരമായ മറുപടിയല്ലേ ഞങ്ങൾക്ക് വേണ്ടത്? ഇതിപ്പോ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പുറത്ത് നിൽക്കുക, ഇതെന്തോ ഒരു അധോലോക ഗൂഢസംഘം നടക്കുന്നത് പോലെ? എന്താ ജനങ്ങൾക്കറിയേണ്ട? ആശങ്കപ്പെടുന്നത് ജനങ്ങളല്ലേ? സാറ് ഉത്തരവാദിത്തം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മന്ത്രിയുടെ വാക്കും വിശ്വസിച്ച് നിൽക്കുകയാണ്. പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി വിദഗ്ധ സമിതിയുടെ ഞങ്ങൾ രോഗികളെ തിരിച്ചു കൊണ്ടുവരും. ഇതിപ്പോ ചെക്കിംഗ് നടക്കുമ്പോഴാണ് അവിടെ പൊട്ടിയത്. അപ്പൊ താഴെ രോഗികൾ കിടക്കുന്നത്. അപ്പൊ ആർക്കായിരുന്നു ഇത്ര ധൃതി? രോഗികളെല്ലാം ശരിയായി ഇങ്ങനെ വരുത്തി തീർക്കാൻ ആർക്കായിരുന്നു ഇത്ര ധൃതി? മൂന്നാമത്തെ ഫ്ലോറില് അതിൽ 3ഉം 4ഉം ഇന്നലെ പരിശോധന നടന്ന് ഇലക്ട്രിസിറ്റിയിൽ അവർ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റേബിൾ ആയിട്ടില്ല നിലത്ത് കിടക്കുന്ന പേഷ്യന്റിന് അവർക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി സ്റ്റേബിളായില്ല നടക്കാൻ പറ്റുന്ന പേഷ്യന്റ് മാത്രം കുറച്ച് പേഷ്യന്റ് മാത്രം കിടത്തിയതാണ്. ഇത് 6ാമത്തെ നിലയിൽ തിയേറ്ററിന്റെ ഈ നില ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. തിയേറ്ററിന്റെ ഇതുവരെ യൂസ് ചെയ്യാത്ത സ്ഥലത്താണ് ഒരു റൂമിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എല്ലാ പ്ലഗ് ബൈ ഓരോ പോയിന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് അത് കൺസീൽഡ് ആയിരുന്നു. ഞങ്ങളൊക്കെ എല്ലാവരെയും മാധ്യമപ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും എല്ലാം ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കും. ഞങ്ങളൊക്കെ അകറ്റി നിർത്തുക. ഞങ്ങൾക്ക് അറിയണ്ട. അതിന് ഞങ്ങൾ രോഗികളെ പ്രവേശിപ്പിച്ചത് വേഗത്തിലായി പോയി എന്ന് തോന്നുന്നു. അല്ല, ഏതായാലും എല്ലാ പ്രിൻസിപ്പൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. നമുക്ക് പ്രിൻസിപ്പളിനെ വിശ്വസിക്കാം. ഒന്ന്, നമുക്ക് അത്ര ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, തറോ ചെക്കിങ്ങിന് ശേഷം മാത്രമേ ഇതിനോട് തീരുമാനം എടുക്കാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അല്ലാതെ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഈ പ്രത്യേകിച്ച് പേഷ്യൻസ്, അതുകൂടാതെ പുറത്തുള്ള ജനങ്ങൾ, ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ആർക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. അത് നിർമ്മാണ രംഗത്ത് വല്ലതും വന്നിട്ടുണ്ടോ? അതും കൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. അത് അവര് രാവിലെ ഉണ്ടായ വാർഡിൽ നിന്ന് തിരിച്ചു അവിടെ തന്നെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്തു. വാർഡിൽ നിന്ന് ഇതിന്റെ ഉള്ളിൽ നമ്മളെ ഇല്ല, ഇന്ന് എവിടെയും മാറ്റിയിട്ടില്ല. ഇന്ന് അങ്ങനെ കുറെ പ്രോബ്ലം ഇല്ലല്ലോ. അവർ വാർഡ് ഇല്ല അവരെ വാർഡിൽ നിന്ന് സൂപ്രണ്ട് ഇപ്പം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളൂ. സൂപ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ പ്രകാരം അവർ അതേ വാർഡിൽ തന്നെ ആണ് അവർ കൊണ്ടുവന്ന സെയിം വാർഡിൽ തന്നെ. ആ വാർഡിൽ ഇങ്ങോട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. 1-2 മണിക്കൂർ അവിടത്തേക്ക് തന്നെ, അയാൾ പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടുതലൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ താഴത്തെ ഫ്ലോറിലൊന്നും ഉണ്ടായിട്ടില്ല. തിയേറ്ററിന്റെ ഇല്ല അത് 2 ദിവസം മുന്നേ ഇന്ന് എവിടെയും മാറ്റിയിട്ടില്ല. ഇല്ലല്ലോ ഇല്ല, ഇവിടുന്ന് അങ്ങനെ ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ റൂമിൽ മാത്രമാണ് ഉണ്ടായത്. മറ്റേ പേഷ്യന്റ് കിടക്കുന്ന 3-ാം 4 ഇത് 6ാമത്തെ നിലയിൽ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു റൂമിൽ മാത്രമാണ്. അപ്പൊ അവര് അതേ രാവിലെ കൊണ്ടുവന്ന വാർഡിൽ തന്നെ തിരിച്ച് അതവർക്ക് കംഫർട്ടബിൾ സോൺ എന്നുള്ളതിൽ സൂപ്രണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കൺകറൻസോട് കൂടിയിട്ട് മാറ്റിയതാണ്. അത് സ്റ്റേബിളായ പേഷ്യന്റ് മാത്രമേ അദ്ദേഹം അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ രോഗികളെ മാറ്റുന്നതിന് മുമ്പ് എല്ലാം കൃത്യമായിട്ട് എന്തായാലും ചെയ്യാവൂ. അല്ലെങ്കിൽ ഇത് കൂടെ പ്രശ്നമുണ്ടാകുമ്പോൾ ആരും ഉത്തരം പറയില്ല, ഒരാളുണ്ടാവില്ല. കൂടുതൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇനി എല്ലാ നിലകളിലും കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും രോഗികളെ അവിടേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് കോളേജ് അധികൃതർ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്ന ഒരു രോഗി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കണം ഒരു പ്രതികരണം വന്നത്. 3-4 നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നു. അതും വളരെ കുറച്ച് രോഗികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലകളിലെ പരിശോധനയൊക്കെ ചെയ്തത്. പക്ഷെ ഇനി ഓരോ പ്ലഗ് വൈസ് ഓരോ പോയിന്റ് വൈസ് ചെക്കിങ്ങിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ നടപടി ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കത് വിശ്വസിക്കാം. ഇപ്പോൾ ഈ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വയറിംഗിൽ എന്തെങ്കിലും അപാകത ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ഇനി കൂടുതൽ പുറത്തു വരണം. വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റും.